ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓട്ടോ ഡ്രസ് ടെക്നിക്സ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈലോൻ്റെ റേഡിയേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇത് കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിയുടെ കൂളിംഗ് അങ്ങ് നല്ലോണം തണുക്കുന്നില്ല, 13 ഡിഗ്രിയുടെ താഴെ പോകുന്നില്ല. അതുമാത്രമല്ല ടെമ്പറേച്ചറും ചെറുതായിട്ട് ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്. റേഡിയേറ്റർ ഫാനും ഫുൾ ടൈം ഹൈ സ്പീഡ് കറങ്ങിക്കൊണ്ടിരിക്കുക. മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, എ സിയുടെ ഗ്യാസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, പക്ഷെ അതിലൊന്നും കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ റേഡിയേറ്ററിൻ്റെ അടിയിലെ ലോ റോസ് നമ്മൾ വിടിയിക്കുമ്പോൾ നല്ല കട്ട ചളിയോട് കൂടിയിട്ടാണ് പുറത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും റേഡിയേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ റേഡിയേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ, ഇത് പുറമേ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പറിലെയും ലോവറിലെയും ടാങ്കിൻ്റെ അലുമിനിയം ലോക്കുകൾ വരുന്നുണ്ട് ചുറ്റും. ആ ലോക്കുകൾ കംപ്ലീറ്റ് നമ്മൾ നിവർത്തിയതിന് ശേഷം ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഹാമർ വെച്ചിട്ട് പയ്യൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ആ ഓറിങ്ങിൻ്റെ ടൈറ്റിൽ നിൽക്കുന്നുണ്ടാവും, പയ്യൊന്ന് തട്ടിക്കൊടുത്താൽ ഈസി ആയിട്ട് അത് പുറത്ത് വരും. പുറത്ത് വന്നതിന് ശേഷം നമുക്കത് ഫുള്ളായിട്ട് നമുക്ക് ഒരു കമ്പിയോ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടിട്ട് കുത്തി ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രത്തോളം ഡസ്റ്റാണ് അടങ്ങിയിരിക്കുന്നത്, ഫുള്ള് ബ്ലോക്കാണ്. അതിൻ്റെ അപ്പറും ഷെല്ലും അതിൻ്റെ ലോവർ ഷെല്ലും ഫുള്ള് ബ്ലോക്കായിരിക്കണം, അത്രയും ഡസ്റ്റ് അതിനകത്തുണ്ട്. അതുകൊണ്ടോ നല്ല മെറ്റലിൻ്റെ കണ്ടൻറ്റാണ് കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിലും അതുപോലെ മെറ്റൽ ഹോസുകളൊക്കെ ഉണ്ടാവില്ല, അതിൽ വരുന്ന ദ്രവിച്ച് വരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് വന്നു ഇതിൽ അടങ്ങി കഴിയും. ഡസ്റ്റ് ഫുള്ള് ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒരു ചെറിയൊരു വൈപ്പറിൻ്റെ കമ്പി കൊണ്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം അതിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കുറേ സെല്ലുകൾ കംപ്ലീറ്റും ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി ഫുള്ളായിട്ട് ഇറങ്ങുന്നില്ല, ബ്ലോക്ക് ആവുകയാണ് അവിടെ ഇടയിൽ ചളി അടങ്ങിയിട്ട്. സെൻട്രലിലെ ഷെല്ലുകൾ വലിയ കുഴപ്പമില്ല, പക്ഷെ രണ്ട് സൈഡും ഏകദേശം കംപ്ലീറ്റ് ബ്ലോക്കാണ്. നമുക്കിത് ഇനി വെള്ളം അടിച്ചിട്ട് വെള്ളത്തിൻ്റെ പാസേജ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അത് ലോവർ ടൈം നമ്മൾ അഴിച്ചിട്ടില്ല, അതിൽ നമ്മൾ ഫുള്ളായിട്ട് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് ഫുള്ളായി തുറന്നു വിടുമ്പോൾ നമുക്കറിയാം അതിൽ കൂടെ എത്രത്തോളം വെള്ളം പുറത്ത് വരുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്കെ ഷെല്ലാണെന്ന് വെച്ചാൽ അത് ലിക്വിഡ് ഇല്ലെങ്കിൽ ആസിഡ് വെച്ചിട്ട് ഒഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് പെർഫെക്റ്റാക്കി എടുക്കാൻ പറ്റും. ഇത്തിരി പണി തന്നെയാണ് ചെയ്യാനായിട്ട്. അതായത് കയറ്റുമ്പോഴാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ലീക്ക് വരാൻ സാധ്യതയുണ്ടാവും. കറക്റ്റ് ലോക്ക് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് പെർഫെക്റ്റിൽ നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കയറുമ്പോൾ ലീക്ക് വരാൻ കൂടുതൽ ചാൻസാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഇതിൽ വരുന്ന പകുതി സെല്ല് ബ്ലോക്കാണ്. സെൻറ്റർ പോർഷനിൽ കുറച്ച് മാത്രമേ സർക്കുലേഷൻ കറക്റ്റായിട്ടുള്ളൂ. ബാക്കി ഈ എൻഡും സെല്ല് ഫുള്ള് ബ്ലോക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ബ്ലോക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളെല്ലാ ഷെല്ലും ക്ലീൻ ചെയ്ത് റെഡിയാക്കി പെർഫെക്റ്റായിട്ട് എല്ലാത്തിലും വാട്ടർ വരുന്നുണ്ട്, കറക്റ്റാണ് ഇപ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലോവർ ടാങ്കും അപ്പർ ടാങ്കും അഴിച്ചതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ആസിഡിട്ട് ക്ലീൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇനിയിപ്പോൾ കൂളിംഗ് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ.